ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ട പോലെ തന്നെ UPSC നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ മെൻറ്ററെ സഹായത്തോടു കൂടി എങ്ങനെ IAS സ്വപ്നം, IAS IPS തുടങ്ങിയ സ്വപ്നം നേടാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതുപോലെ നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്ററിങ് പ്രോഗ്രാമിനെ കുറിച്ചും കൂടെ പറയുന്നത്. നമുക്കറിയാം, പലപ്പോഴും സിവിൽ സർവീസ് ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾ അവരിപ്പോൾ ഒരുപാട് പഠിക്കുന്നുണ്ടാവും, ഒരുപാട് ടെസ്റ്റുകൾ എഴുതുന്നുണ്ടാവും, ഏതൊക്കെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടാവും. പലപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഒരു ഫസ്റ്റ് നമ്മൾ പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങിയ സമയത്ത് കിട്ടുന്ന ആ ഒരു മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവസാനം വരെ പ്രിപ്പയർ ചെയ്യാനോ, ചില സമയത്ത് നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺസ് കണ്ടാകുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രസ് ചെക്ക് ചെയ്ത് ഓരോ ദിവസവും ഓരോ വീക്കിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനേ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ മെൻറ്ററെ അല്ലെങ്കിൽ അത്തരത്തിൽ വ്യക്തമായൊരു ഗൈഡൻസ് തരാൻ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്ററിങ് പ്രോഗ്രാം വരുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ UPSCയുമായിട്ടും KS ബന്ധപ്പെട്ട ഒരുപാട് മെറ്റീരിയൽസും ഫ്രീ മെറ്റീരിയൽസും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലുണ്ട്. അത് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്ററിങ് പ്രോഗ്രാം നിങ്ങൾക്ക് നൽകുന്നത് ഒരു 1 ഇയർ പ്രോഗ്രാമാണ്. അതിലേക്കൊരു ഇൻഡിവിജ്വൽ മെൻറ്റർ ഉണ്ടാവും. കുറച്ച് പേർക്ക് ഞാൻ നേരിട്ടായിരിക്കും മെൻറ്റർഷിപ്പ് തരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 1 ഇയർ നിങ്ങളുടെ എല്ലാ സമയത്തും നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമാണോ എന്ന് ഉറപ്പ് വരുത്തുന്ന വീക്കിലി വൺ-ടു-വൺ മെൻറ്ററിങ് നൽകുന്ന പ്രോഗ്രാമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് സബ്ജക്റ്റുകൾ GS, ഓപ്ഷൻ സബ്ജക്റ്റ്, കറണ്ട് അഫെയർസ്, മാപ്പ് സ്റ്റഡീസ്, NCERTs തുടങ്ങിയൊക്കെ ഒരു പ്രത്യേക സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഓരോന്നും ടെസ്റ്റുകൾ എഴുതിക്കൊണ്ട് അതിൽ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സമയത്തും ചെക്ക് ചെയ്യുന്ന വ്യക്തമായ ട്രാക്കിലൂടെയാണ് ഉറപ്പ് വരുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു വീക്കിലി വൺ-ടു-വൺ മെൻറ്ററിംഗ് ഉണ്ടാവും. ആ വീക്കിലി മെൻറ്ററിംഗിൽ നിങ്ങൾക്കൊരു 1 ഇയർ സ്ട്രാറ്റജി പറഞ്ഞുതരും എങ്ങനെയാണ് പഠിക്കേണ്ടത്. അത് നിങ്ങളുടെ സാഹചര്യം കൂടി നോക്കിയിട്ടാണ് സ്ട്രാറ്റജി ചെയ്യുക. എല്ലാവർക്കും ഒരേ സ്ട്രാറ്റജി ഉണ്ടാവും. നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ പഠന ലെവൽ എവിടെയെന്ന് നോക്കി വ്യക്തമായി അത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു 1 ഇയർ സ്ട്രാറ്റജി തരും. അതിൽ പഠിക്കേണ്ട കാര്യം 1 ഇയർ സ്ട്രാറ്റജി നമ്മൾ തയ്യാറാക്കും. അത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിരിക്കും. അല്ലെങ്കിൽ NCERTയും കറണ്ട് അഫെയർസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഘട്ടങ്ങളാക്കി 1 ഇയറിനെ തിരിച്ചുകൊണ്ട് ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ ഏത് ഘട്ടത്തിൽ കംപ്ലീറ്റ് ചെയ്യണം, GS സബ്ജക്റ്റ് എപ്പോൾ തുടങ്ങണം, എപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം, പ്രിലിംസിന് വേണ്ടി എപ്പം നോക്കണം, എപ്പം തീർക്കണം, ടെസ്റ്റുകൾ എങ്ങനെ എഴുതണം, നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ റിവിഷൻ ചെയ്യണം, എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു 1 ഇയർ സ്ട്രാറ്റജി തരും. അത് മന്ത്ലി പ്ലാനിങ് ആകും. അതിനെ വീക്കിലി ടാർഗറ്റ് ആക്കി തരും. ആ വീക്കിലി ടാർഗറ്റ് നിങ്ങൾ ചെയ്യേണ്ട NCERT ഉണ്ടാവും. ഒരു NCERT കവർ ചെയ്യാനുണ്ടാവും. ഒരു കറണ്ട് അഫെയർസ് ഇത്ര പോർഷൻസ് കവർ ചെയ്യാനുണ്ടാവും. GS സബ്ജക്റ്റ് ഇത്ര പോർഷൻസ് കവർ ചെയ്യാനുണ്ടാവും. മാപ്പ് സ്റ്റഡീസ് ഇത്ര കവർ ചെയ്യാനുണ്ടാവും. NCERTs ഞാൻ ഓൾറെഡി പറഞ്ഞ ഇത്ര, ഓപ്ഷൻ സബ്ജക്റ്റ് ഇത്ര കവർ ചെയ്യാനുണ്ടാവും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു ടാർഗറ്റ് ഒരു വീക്കിലോട്ട് തരും. അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് PYQs നിങ്ങൾക്ക് തരും ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ മോഡൽ ടെസ്റ്റുകൾ, MCQs ഉള്ള മോഡൽ ടെസ്റ്റുകൾ കറണ്ട് അഫെയർസ് ബേസ്ഡ് ഉണ്ടാവും. അതുപോലെ തന്നെ NCERTയുടെ മറ്റുള്ള GS സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ചെയ്താനുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് അതും കൂടി ആൻസർ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെൻറ്ററിങ്ങിൽ നിങ്ങളെ ആ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യും. നിങ്ങൾ ആ കറക്റ്റ് കാര്യങ്ങൾ ചെയ്തോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അത് പറഞ്ഞുതരും. അത്തരത്തിൽ വീക്കിലി നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ വീക്കിലും നിങ്ങളെ ചെക്ക് ചെയ്ത് കറക്റ്റ് പ്രോഗ്രസ് ഉണ്ടോ അല്ലെങ്കിൽ എന്താ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, കറക്റ്റ് ട്രാക്കിലൂടെയാണെന്ന് ഉറപ്പ് വരുത്തി പോകുന്ന പ്രോഗ്രാമാണ്. നിങ്ങൾ നല്ല രീതിയിൽ വ്യക്തമായി പറയുന്ന രീതിയിൽ വ്യക്തമായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില റെക്കോർഡർ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവൈലബിൾ ആക്കും. ഓക്കെ, ആ ക്ലാസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സുകൾ ഉപയോഗിക്കാം. മെറ്റീരിയൽ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ മെൻറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സമയത്തും അതിൻ്റെ ഇൻഡിവിജ്വൽ മെൻറ്ററിംഗിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഒന്ന് മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, രണ്ടാമതായിട്ട് നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ, മൂന്നാമതായിട്ട് ഓരോ സമയത്തും നമ്മളുടെ ട്രാക്കിലൂടെയാണ് ഉറപ്പ് വരുത്താണ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോകാന്നുള്ളതിലൊന്നും സർവീസ് കിട്ടുക എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ ആവശ്യമായതാണോ പഠിക്കുന്നത്, ഓരോ അതത് സമയത്ത് പഠിക്കേണ്ടത് തന്നെയാണോ പഠിക്കുന്നത്, റിവിഷൻ ചെയ്യുന്നത്, മറ്റുള്ള ഓപ്ഷൻ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്, GS സബ്ജക്റ്റ് പഠിക്കുന്നത്, ആൻസർ റൈറ്റിങ്ങിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആൻസർ റൈറ്റിംഗ് കറക്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോ സമയത്ത് നിങ്ങളെ ചെക്ക് ചെയ്യാൻ ഒരാളെപ്പോൾ ആവശ്യമാണ്. അതിപ്പം നമ്മൾ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് സിവിൽ സർവീസ് കിട്ടിയ ആളുകളോ സിവിൽ സർവീസ് പഠിപ്പിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അത് ഇൻ്റർവ്യൂ ഒക്കെ എത്തിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് അവർ ഇതിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് എവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ആളുകളാണെങ്കിലും കേട്ടോ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന ആളാണെങ്കിലും മറ്റുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന ആൾ സെൽഫായിട്ട് പഠിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അത് ആവശ്യമാണ്. അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യുക, അവരുടെ പഠനം കറക്റ്റ് മോണിറ്ററിങ് ചെയ്യാൻ ഒരാളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ചില സമയത്ത് നമ്മൾ വീക്കാവുമ്പം നമ്മളൊന്ന് സ്ട്രോങ് ആക്കാനും മടി വരുമ്പോൾ നമ്മളൊന്ന് ദേഷ്യം പിടിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു ഇൻഡിവിജ്വൽ മെൻറ്റർ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ അത് ആർക്കെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉള്ള നമ്പറുമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം.
ഓക്കെ, താല്പര്യമുള്ള ആൾക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ഒരു പ്രോഗ്രാം NCERT, ഇപ്പോൾ NCERT ഓൾറെഡി മെൻറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി NCERT മാത്രമായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ NCERTയുടെ ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. ഒരു 50 ദിവസം കൊണ്ട് കംപ്ലീറ്റ് NCERT ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലൂടെ, ടെസ്റ്റിലൂടെ, ഷോർട്ട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെയൊക്കെ PDF പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ നടക്കുന്ന പ്രോഗ്രാമാണ് NCERT ക്രാഷ് കോഴ്സ് എന്ന് പറയും. താല്പര്യമുള്ള ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ 2 പ്രോഗ്രാമിന് ഇൻട്രസ്റ്റ് ആയ ആൾക്കാർ ഉടൻ ബന്ധപ്പെടുക. ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയൽസ് അവൈലബിൾ ആകാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ടോ ഇവരുടെ നമ്പറുമായിട്ടോ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം. അതുവരേക്കും